ഇതുപോലൊരു കല്ലുണ്ടെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കിട്ടും. നമ്മുടെ ട്രിവാൻഡ്രത്ത്. വൈഡൂര്യം എന്ന് പറയും. പക്ഷെ അതെനിക്ക് അത്ഭുതമായിരിക്കുന്നു. കാര്യം നമ്മുടെ തിരുവനന്തപുരത്ത്, കേരളത്തിലെ തിരുവനന്തപുരത്ത് ഏറ്റവും വേൾഡ് ഫേമസ് ആണ്. സാർ, ഈ ഒറിജിനൽ രത്നങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? യഥാർത്ഥ രത്നങ്ങളോടൊപ്പം തന്നെ ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങളും ഉണ്ട്. അതിന് ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ്, അതായത് രത്നങ്ങൾക്ക് 3 ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്. ഒന്ന് ഹീറ്റഡ്, ഒന്ന് ട്രീറ്റഡ്, ഒന്ന് ഡിഫ്യൂസ്ഡ്. 3 ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കല്ലിനെ കുറിച്ച് പറയാം. എലോസ് ഓഫ് ഫെയർ എന്ന് പറയുന്ന മഞ്ഞ പുഷിരാഗം എന്ന് പറയുന്ന കല്ല് എല്ലാവർക്കും അറിയാവുന്ന കല്ലാണ്. അത് ശരിക്കും ശ്രീലങ്കയിൽ നിന്ന് വരുന്ന പെയിൽ എലോയിഷ് ആയിട്ടുള്ള രക്തമാണ് ഉള്ളത്. അത് പെയിൽ എലോയിഷ് കളറാണ്. അതേസമയം അത് നമ്മൾ മൈൻ ചെയ്യുന്ന സമയത്ത് വലിയൊരു പ്രോസസ്സാണ്. മൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രത്നദളത്തിനകത്ത് രക്തദളം എടുക്കുമ്പോൾ അതിന് കളറില്ലെങ്കിൽ ബെറിലിയോ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഇൻഡ്യൂസ് ചെയ്തിട്ട് അത് കളർഫുള്ളാക്കി കൊണ്ടുവരുന്നത് മാർക്കറ്റ് അൺഫോർച്ചുനേറ്റ്ലി 90% കീഴടക്കി കളഞ്ഞു. യഥാർത്ഥമായിട്ടുള്ള ഒരു ശ്രീലങ്കൻ സഫയറും ഇത് ബെറീലിയം ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന രത്നമാണിത്. നോട്ട് ഫോർ സെയില. ഇത് ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ആൾക്കാർ വരുമ്പം ഇത് കളർ കൂടിയതിനകത്തോട് ആൾക്കാർക്ക് താല്പര്യം വരും. പക്ഷേ ഇത് ബെറീലിയം ഇട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നതാണ്. എലോസഫർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ ശ്രീലങ്കൻ പെയിൽ എലോയിഷ് മാത്രം വാങ്ങുക. ഇനി അതല്ലെങ്കിൽ ഈ ഹീറ്റ് ചെയ്തത് വാങ്ങരുത്. പകരം അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സെമി പ്രീഷ്യസ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ എലോസഫെയർ നമ്മൾ പ്രീഷ്യസ് സ്റ്റോൺ കാറ്റഗറിയിൽ അമൂല്യ രത്നങ്ങളിൽ പെടുന്നതാണ്. ഇത് അല്പമൂല്യ രത്നങ്ങളാണ്. പക്ഷേ ഇത് 100% നാച്ചുറലാണ്, ഒറിജിനലാണ്. ഇഷ്ടം പോലെ അത് അവൈലബിൾ ആയതുകൊണ്ട് അതിന് വിലയും കുറവാണ്. അത് വാങ്ങിത്തരിക. അല്ലാതെ നിങ്ങൾ ഈ ട്രീറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഹീറ്റഡ് സ്റ്റോൺസ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയി തുടങ്ങി. പക്ഷേ ട്രീറ്റഡ് ആയിട്ടുള്ള ബെറിലിയൊക്കെ ഇട്ട ഒരു കാരണവശാലുള്ള കല്ലുകൾ നമ്മൾ ധരിക്കാൻ പാടില്ല. വേറൊരു കാര്യം പറയാനുള്ളത്, രത്നശാസ്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ണികൃഷ്ണൻ ശിവാസ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഈ കഴിഞ്ഞ നവംബർ 9 റിലീസായിട്ടുണ്ട്. നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ ധാരാളം രത്നങ്ങൾ പ്രകൃതിയിലുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഈ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസോട് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടൊന്നും മാത്രമല്ല, ഇത് രത്നത്തെക്കുറിച്ച് താല്പര്യമുള്ളവർക്കും അതുപോലെ രത്നം പണിയുന്ന ആൾക്കാർക്ക്, രത്നം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു ബുക്കാണ് രത്നശാസ്ത്രം. രത്നങ്ങളിലെല്ലാം തന്നെ വിവിധ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട്, മിനറൽ കണ്ടൻസ് ഉള്ളത് കൊണ്ട് അവരവർക്ക് അനുയോജ്യമായ രത്നം കൃത്യമായ രത്നനിർണ്ണയത്തോടു കൂടി മാത്രം കണ്ടെത്തി ധരിക്കാവുള്ളൂ. ഒറിജിനൽ രത്നങ്ങളെക്കുറിച്ച് അറിയാനും അതുപോലെ അത് ആർക്കൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ധരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഉണ്ണികൃഷ്ണൻ ശിവാസിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഷാർജ റോളയിലും ഉണ്ട്, നാട്ടിൽ കോട്ടയത്തും ഉണ്ട്. അതുപോലെ രത്നശാസ്ത്രം എന്ന് പറഞ്ഞ ഈ ബുക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്നും അല്ലെങ്കിൽ കോട്ടയത്ത് നിന്നും എവിടെ നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്യുകയും ചെയ്യാം.